ഇത് വളരെ ഒറ്റപ്പെട്ട ഒരു സംഗതിയായി ഒരു വഖഫ് ആക്ട് മാത്രമാണ് വന്നത്. അതുകൊണ്ട് വഖഫ് എന്താണെന്ന് ആളുകളെ പഠിപ്പിച്ച് കളയാം, ഈ ആക്ട് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് കളയാം. അത് ശരിയായ ബാക്കിയൊക്കെ ശരിയായി എന്നുള്ള മട്ടിലാണോ നമ്മളിരിക്കുന്നത് എന്നെനിക്ക് സംശയം. വഖഫ് വളരെ വലിയ ഒരു ആസൂത്രണത്തിൻ്റെ, ഒരു ഗൂഢാലോചനയുടെ, ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഏരിയ മാത്രമാണ്. ഈ ആക്ട് അനുസരിച്ച്, പുതിയ ഭേദഗതി നിയമം അനുസരിച്ച്, അതിപ്പോൾ നിയമമായി കഴിഞ്ഞതാണ്, പ്രസിഡൻ്റ് ഒപ്പിട്ടതാണ്, കോടതിയുടെ മുമ്പിൽ പരിഗണനയിലുണ്ട് എന്ന് മാത്രമാണ്. ഈ ആക്ട് അനുസരിച്ച് ഇനി ഒരു മനുഷ്യനും വഖഫ് വെക്കാൻ പോകുന്നില്ല. നിലവിലുള്ള വഖഫ് സംരക്ഷിക്കപ്പെട്ട് നിലനിൽക്കും എന്നതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. അപ്പോൾ ഈ പ്രോപ്പർട്ടി മുഴുവൻ നഷ്ടപ്പെടാനും ഗവൺമെൻറ് പിടിച്ചെടുക്കാനും സാധ്യതയുണ്ട്. പുതുതായിട്ട് ആളുകൾക്ക് വഖഫ് വെക്കാൻ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾ 5 വർഷം ഇസ്ലാമിക ജീവിതം നയിച്ചു എന്നുള്ളതിന് തെളിവ് വേണം. അപ്പോൾ അതിൽ ഏത് ആക്റ്റിലും ഒരു ഡെഫിനിഷൻ ഉണ്ടാവും, എന്താണ് ഇസ്ലാമിക ജീവിതം എന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതെവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതാരാണ് നിർവചിക്കുക, ഇസ്ലാമിക ജീവിതം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത്. എല്ലാ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും IPCയിലും എല്ലാ എവിഡൻസ്, എല്ലാ നിയമങ്ങളിലും ആ നിയമം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻസ് വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് പോലീസിന് നമ്മളൊരു മൊഴി കൊടുക്കാൻ വേണ്ടി ഒരാളെ നമ്മൾ അടിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് പോലീസിന് ആശുപത്രി കിടന്ന് മൊഴി കൊടുക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് അവൻ കയറി വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിക്രമമായി, അവിടെ എൻക്രോച്ച് ചെയ്ത് ട്രെസ്പാസ് ചെയ്തു എന്നുള്ള നിയമം വന്നു. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ ആ ഉദ്ദേശത്തോടു കൂടി നമ്മളെ തല്ലാനാണ് വന്നതെന്ന് ഉറപ്പായി. എന്നിട്ട് അവനെ അടിച്ച്, വടി കൊണ്ടടിച്ച്, അപ്പോൾ ഇത്ര ഇന്ന വകുപ്പ്, അല്ലെങ്കിൽ കൈ കൊണ്ടടിച്ച ഇന്ന വകുപ്പ്, അങ്ങനെ ഒരു ഇൻഗ്രീഡിയൻസ് വേണം. അപ്പോൾ ഇസ്ലാമിക ജീവിതം എന്താണ് എന്ന് ആദ്യം നിയമം പ്രതിപാദിക്കണം. അതിവിടെ നടന്നിട്ടില്ല. ആ ഇസ്ലാമിക ജീവിതം എന്താണെന്ന് എങ്ങനെയാണ് നിയമം പറയുക? വഖഫ് ഷിയ വഖഫുണ്ട്, വഖഫ് പിന്നെ സുന്നി വഖഫുണ്ട്, വേറെ തരത്തിലുള്ള വഖഫുണ്ട്. ഇനി അത് നിർവചിക്കപ്പെട്ട് കഴിഞ്ഞു നിൽക്കുക. ആ നിർവചനം അനുസരിച്ച് ഒരാൾ മുസ്ലിമാണോ അല്ലേന്ന് തീരുമാനിക്കുന്നത് ആരാ? ആ അതോറിറ്റി ആരാ? അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടും ഈ ആക്ട് മുഴുവൻ, ഈ ഭേദഗതി നിയമം മുഴുവൻ അവ്യക്തത നിറഞ്ഞതാണ്. ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ കാരണം ആർട്ടിക്കിൾ 26 ആണ് മത സ്വാതന്ത്ര്യവും ഈ വഖഫൊക്കെ നിലനിർത്താനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നത്. അനുച്ഛേദം 26-ലാണ്. അതിന് തീർത്തും എതിരായിട്ടുള്ളൊരു നിയമമാണ് വന്നിട്ടുള്ളത്. പിന്നെ മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫിൽ എടുക്കുക എന്നുള്ളത് മറ്റ് മതസ്ഥാപനങ്ങളോടുള്ള സമീപനത്തിൽ നിന്ന് ഭിന്നമായി ഒരു വിവേചനമാണ്. ആ വിവേചനം ഭരണഘടനയുടെ 14-ാം അനുച്ഛേദ പ്രകാരം തെറ്റാണ്. അപ്പോൾ ആ വിവേചനം ഭരണഘടനയുടെ 14-ാം വകുപ്പും 26-ാം വകുപ്പും ശക്തമായി ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള, അതിന് പ്രതികൂലമായ, ഘടകവിരുദ്ധമായ ഒന്നാണ് ഈ നിയമം. പിന്നെ ഇതിൽ ഓറൽ വഖഫ്, ഞാനിതിനൊന്നും അവർ പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. എന്നോട് ഐ അപ്രീഷിയേറ്റ് ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് മൈ ഫ്രണ്ട്സ്. അതായത് ഓറൽ വഖഫ് ആകാം, അന്യമതസ്ഥർക്കും വഖഫ് ചെയ്യാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ ചെയ്തിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ഈ കൊയിലാണ്ടി പറഞ്ഞതുപോലെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെ ധാരാളം നടന്നിട്ടുണ്ട്. മുസ്ലിം രാജാക്കന്മാർ ഹിന്ദുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, ഹിന്ദു രാജാക്കന്മാർ മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വഖഫ് സ്വത്തൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ശ്മശാനത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ നീക്കി വെക്കുന്നതിൽ മുസ്ലിങ്ങളല്ലാത്തവരും പങ്കാളിയായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വാക്കാൽ തന്നെ വഖഫ് വെക്കാമായിരുന്നു. ഇനി വാക്കാൽ പറ്റില്ല. വാക്കാൽ വഖഫ് ചെയ്യാനുള്ള അധികാരം ഈ നിയമപ്രകാരം ഇല്ല. അപ്പോൾ വാക്കാൽ വഖഫ് ചെയ്തിരുന്നത് നിന്നുപോയി. മാത്രമല്ല വഖഫിൽ രജിസ്റ്റർ ചെയ്യണം, ഡോക്യുമെൻ്റ് വേണമെന്നാണ്. ഈ ഡോക്യുമെൻ്റ് എന്ന് തുടങ്ങിയതാണ് ഇന്ത്യയിൽ. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഏർപ്പാട് തുടങ്ങുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഖഫുണ്ട്. പിന്നെ എങ്ങനെ രജിസ്റ്റർ ചെയ്യുക?
രജിസ്ട്രാറും രജിസ്ട്രേഷനും അങ്ങനെയുള്ളൊരു സമ്പ്രദായവും അങ്ങനെയുള്ള വ്യക്തമായൊരു നിയമം വരുന്നതിന് മുമ്പ് ഇസ്ലാമുണ്ട്, ഈ വഖഫുണ്ട്. അപ്പോൾ അതെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരു പക്ഷേ ഒരു സഹസ്രാബ്ദം മുമ്പ് തന്നെ വഖഫ് സമ്പ്രദായം വന്നിട്ടുണ്ട്. ആദ്യമായി വഖഫിന് ഒരു സംരക്ഷണം ഏർപ്പെടുത്തിയത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലത്താണ്. ഡൽഹിയിൽ മുഗൾ ചക്രവർത്തിമാരൊക്കെ വരുന്നതിന് മുമ്പുള്ള സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ തന്നെ വഖഫ് ഇവിടെ ഉണ്ട്. അതിനൊരു സംരക്ഷണമൊക്കെ കൊടുക്കാൻ അവരുടേതായ തരത്തിലുള്ള ചില നിയമങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ 1923 വന്നിട്ടുണ്ട്. 1954 നിലവിലുണ്ടായിരുന്ന വഖഫ് ആക്ടിൻ്റെ സെൻട്രൽ ആക്ട് വന്നത് 1954 വ്യക്തമായിട്ടുള്ളൊരു നിയമം വന്നത്. ആ നിയമം പരിഷ്കരിച്ച് കൂടുതൽ ഫലപ്രദവും ആയി ശാക്തീകരിച്ചത് 1995 അതിനെ മറികടന്നിട്ട് വഖഫ് സ്വത്തുക്കൾക്ക് നല്ല സംരക്ഷണം ആവശ്യമാണ്, ബോർഡിനും കൗൺസിലിനും നല്ല അധികാരം കൂടുതൽ ആവശ്യമാണ് എന്ന തീരുമാനപ്രകാരം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വഖഫ് ആക്ട് ഇവിടെ ഭേദഗതികളോട് കൂടിയൊക്കെ വന്നത് 2013. അപ്പോൾ ആ ആക്റ്റാണ് പിന്നീട് നമുക്ക് ഇപ്പോൾ ഭേദഗതി ചെയ്ത് 24 വന്നപ്പോൾ അത് പൂർണ്ണമായും മാറ്റി എഴുതിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡോക്യുമെൻറ്റ്സ് ചോദിക്കുമ്പോൾ, ഇന്ത്യയിൽ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുമ്പോൾ ഈ വഖഫ് വെച്ച സാധനത്തിൻ്റെ വസ്തുവിൻ്റെ രേഖ വേണമെന്ന് പറഞ്ഞു. പൊളിക്കാൻ പോകുന്ന പള്ളിയുടെ താഴെ വേറൊരു ക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ളതിന് അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് ഒരു ഡോക്യുമെൻ്റ് ആവശ്യമില്ല, ഒരു ഊഹം മതി, ഒരു സംശയം മതി. അങ്ങനെയാണ് ഒരുപാട് പള്ളി പൊളിച്ചതും ഇപ്പോൾ തർക്കമായിട്ട് കിടക്കുന്നത്. പിന്നെ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് 32 ഉണ്ട് ഇന്ത്യയിൽ. അത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെ 32 വഖഫ് ട്രിബ്യൂണലുകളുണ്ട്. ഈ ട്രിബ്യൂണലുകളൊക്കെ നിയമിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ്. വഖഫ് ട്രിബ്യൂണലാണ് ഫൈനലായിട്ട് വഖഫ് തർക്കം തീർത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ജഡ്ജ്മെൻറ്റിന് അപ്പീലില്ല, ഫൈനലാണ്. അങ്ങനെയായിരുന്നു വഖഫ് ട്രിബ്യൂണൽ. ആ വഖഫ് ട്രിബ്യൂണലിൽ ഉണ്ടായിരുന്നത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നു. അവരെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തവരുണ്ട്, നോമിനേറ്റ് ചെയ്തു വരുന്ന 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വഖഫ് ബോർഡ് എല്ലാ സ്റ്റേറ്റിലുണ്ട്. ഇതിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരും ജനപ്രതിനിധികളും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഉണ്ട്. ഫലത്തിലെല്ലാം മുസ്ലിങ്ങളായിരിക്കും. വഖഫ് കൗൺസിലും അതുപോലെ. അങ്ങനെയാണ് ഈ നിയമം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിൻ്റെ അധികാരം ഏതാണ്ട് വെട്ടിക്കുറച്ചു. ആ ട്രിബ്യൂണലിൻ്റെ ഒരു വിധിക്ക് 90 ദിവസത്തിനുള്ളിൽ സിവിൽ കോടതിയിൽ അപ്പീൽ പോകാം ആയി. പിന്നെ ഒരു തർക്ക വിഷയം ഉണ്ടായാൽ പരിഹരിക്കേണ്ടത് ജില്ലാ കലക്ടറോ ഏതാണ്ട് ആ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ ആകണം തീരുമാനിച്ചു. അപ്പോൾ ആരാണ് ഈ തർക്കം ഉന്നയിക്കുക? ഇപ്പോൾ വഖഫ് രജിസ്റ്റർ ചെയ്താൽ 2 വർഷം വരെ അതിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാം. നേരത്തെ ഉണ്ടായിരുന്ന നിയമം. ആ 2 വർഷം കഴിയുമ്പോൾ അത് ഫൈനലായി. പിന്നെ അതിലാർക്കും തർക്കം ഉന്നയിക്കാൻ പാടില്ല. ഇപ്പോൾ അതെടുത്ത് കളഞ്ഞു, ആ 2 വർഷത്തെ വ്യവസ്ഥ. ഏത് കാലത്തും പിന്നെ അതിനെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ തർക്കം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? തർക്കം ആരുണ്ടാക്കുക? തർക്കം ഈ മുസ്ലിങ്ങളായിട്ടുള്ളവർ മാത്രമല്ല. പുതിയ നിയമപ്രകാരം ഗവൺമെൻറ്റിന് തോന്നുകയാണ്, ഇപ്പോൾ പാർലമെൻറ്റിനടുത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പള്ളി, അതിന് രേഖയൊന്നുമില്ല, പണ്ടേ പള്ളിയാണ്, വഖഫ് സ്വത്താണ്, ആ പള്ളി സർക്കാരിൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് ഗവൺമെൻറ്റാണ് തർക്കം ഉന്നയിക്കുക, സർക്കാരിന് ഉന്നയിക്കുക. ആ ഗവൺമെൻറ് ഉന്നയിക്കുന്ന തർക്കം ആരാ പരിഹരിക്കുക? വേറൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അതിന് പിന്നെ വേറെ ചർച്ചയൊന്നുമില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും ഗവൺമെൻറ്റിന് ഒരു അവകാശം ഉന്നയിക്കുക, ഒരു കാരണം വേണ്ട. ആ അവകാശം ഉന്നയിക്കുന്നതിൽ ന്യായമുണ്ട് എന്ന് തീരുമാനമെടുക്കുന്ന ആളിന് തോന്നിയാൽ തർക്കമായി. മാത്രമല്ല, ഒരു വലിയ പ്രത്യേകത, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഒരു വിഷയത്തിലൊരു ഡിസ്പ്യൂട്ട് വന്നാൽ ആ തർക്കം തീരുന്നത് വരെ സ്റ്റാറ്റസ് കോ മേ ബി മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞ് കോടതി ഓർഡർ ഇടും. അവിടെ ഉണ്ടായിരുന്ന അതേ സ്ഥിതി, തൽസ്ഥിതി തുടരണം എന്ന് പറഞ്ഞ് ഉത്തരവിടും. ആ തൽസ്ഥിതിക്കൊരു മാറ്റം വരുത്തണോ വേണ്ടതെന്ന് ഫൈനൽ ഓർഡറിലാണ് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ നിയമത്തിൽ എങ്ങനെ അറിയൂ? തർക്കം ഉന്നയിക്കപ്പെട്ട നാൾ മുതൽ പിന്നെ അത് വഖഫല്ല എന്നാണ്.
അപ്പോൾ ഉന്നയിച്ചാൽ മതി, തീരുമാനം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഈ പള്ളിയിൽ എനിക്കൊരു അവകാശമുണ്ട്, ഗവൺമെൻറ്റിന് തോന്നുകയാണ്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസർ എഴുതുകയാണ് ഈ പള്ളി സർക്കാർ സ്ഥലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാര്യം തോന്നിക്കഴിഞ്ഞാൽ അന്ന് മുതൽ നോട്ടീസ് വെച്ചു, പിന്നെ അത് പള്ളിയല്ല, പിന്നെ അവിടെ നിസ്കാരമില്ല. തർക്കം നടക്കുന്നുണ്ട്, തീരുമാനം പിന്നെ ഏതോ കാലത്ത് വരും, വന്നാലും അനുകൂലമായിട്ട് വരില്ലല്ലോ. അപ്പോൾ തീരുമാനം വരുവോളം കാത്തിരിക്കണ്ട, തർക്കം ഉന്നയിച്ച അന്ന് മുതൽ അത് വഖഫല്ല. അങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു നിയമമുണ്ടോ? അതാണ് ഈ വഖഫ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭയാനകമായ സ്ഥിതിവിശേഷം, ഇത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമല്ല എന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഇത് മുസ്ലിങ്ങളുടെ ഒരു ഇഷ്യൂ അല്ല. ഈ വഖഫ് ആക്ടിനെ എതിർത്തത് ആരാ? പാർലമെൻറ്റിൽ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങൾ പാർലമെൻറ്റിൽ ഇല്ലല്ലോ, അങ്ങനെ 3-4 ആളല്ലേ ഉള്ളൂ. ഈ ഇത്രയും വലിയ രാജ്യസഭയിലും ലോകസഭയിലും മുസ്ലിങ്ങൾ വളരെ കുറവാണ്, വിരലിലുണ്ടാവുന്നവരേ ഉള്ളൂ. ഈ വഖഫ് ആക്ടിനെ എതിർത്ത് വോട്ട് ചെയ്ത 232 മനുഷ്യർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തത്. പിന്നെ എങ്ങനെ അവരും നമ്മളുമായിട്ട് അവരാണ് മുമ്പിലേക്കാണ് നമുക്ക് വേണ്ടി. അപ്പോൾ ഇതെങ്ങനെ മുസ്ലിം ഇഷ്യൂ? പാർലമെൻറ്റിൽ മുസ്ലിങ്ങളുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് BJPക്ക് MLA-മാരായിട്ടോ MP-മാരായിട്ടോ ഒരു സ്ഥലത്തും മുസ്ലിമീങ്ങളില്ല, സ്ഥാനാർത്ഥി പോലും ആകാറില്ല. പണ്ടുണ്ടായിരുന്ന ഒരു മുക്താർ അബ്ബാസ് നഖവി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇവർ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒഴിവാക്കിയതിന് ശേഷം പിന്നെ ആ പേരുകാരാരുമില്ല. അപ്പോൾ പാർലമെൻറ്റിൽ വോട്ട് ചെയ്ത 232 മെമ്പർമാർ, പാർലമെൻറ്റ് അംഗങ്ങൾ, അവരിൽ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. സ്വല്പം ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളൊരു പരിമിതമായ എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തവർ ഹിന്ദുക്കളാണ് എന്നത് വിസ്മരിക്കണ്ട. അപ്പോൾ ഈ ഇഷ്യൂ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് അവരങ്ങനെ വോട്ട് ചെയ്തത്. ഒരു രാഷ്ട്രീയ പ്രശ്നമായതുകൊണ്ട്, ഒരു മുസ്ലിം പ്രശ്നമല്ല. ഇതിൽ പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രസ്ഥാനങ്ങളും സമരങ്ങളൊക്കെ നടത്താം, പക്ഷെ അതും പാടില്ല. എന്താ പാടില്ലാത്തറിയോ? അങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകണമെന്നും ഇത് പൗരത്വ നിയമത്തിനെതിരായി വന്നതുപോലുള്ള വലിയ സംഭവമായി മാറണമെന്നും അതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളാകാൻ തങ്ങൾക്ക് കഴിയണമെന്നും BJPക്ക്, ഭരിക്കുന്ന കക്ഷിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ വലിയ ലഹള ഉണ്ടാക്കിയാലും പ്രശ്നമാണ്, തീരെ ഉണ്ടാക്കാതെ ഇരുന്നാലും പ്രശ്നമാണ്. നമ്മളിതിൽ പ്രതിഷേധിക്കാതെ ഇരിക്കാൻ പറ്റില്ല, കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. എന്നാൽ നമ്മളിൽ അമിതമായ പ്രതിഷേധവും ശക്തി പ്രകടനവും കുഴപ്പങ്ങളും ആഭ്യന്തര കലഹമൊക്കെ ഉണ്ടാക്കിയാൽ അതിൻ്റെ ബെനഫിഷ്യറീസ് മറ്റവരാണ്. അപ്പോൾ ഒരു ബാലൻസ്, സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇതൊക്കെ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിൽ അന്തർലീനമാണ്. പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇവരിങ്ങനെ ഒരു നിലപാടെടുത്തുള്ളൂ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഒരു സാധാരണ മനുഷ്യൻ കരുതുക എല്ലാവരുടെയും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് മതപരമായ ആത്മീയ ആവശ്യത്തിനൊക്കെയുള്ള മതത്തിൻ്റെ കീഴിലുള്ള അവർ നീക്കി വച്ചിട്ടുള്ള സമ്പത്ത് മുഴുവൻ പരിപാലിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ ഓരോ ബോർഡ് എല്ലാവർക്കും ഉണ്ടാവുന്നല്ല നിങ്ങൾ വിചാരിച്ച് ആ ബോർഡ് ക്രൈസ്തവർക്കില്ല. അവരുടെ സമ്പത്ത് അവർ തന്നെയാണ് കാര്യം ചെയ്യുന്നത്. ചർച്ച് ബിൽ എന്ന് പറഞ്ഞൊരു ബില്ല് വരാൻ സാധ്യതയുണ്ട്, കൊണ്ടുവരണമെന്ന് ഓർഗനൈസർ എഴുതിയപ്പോൾ തന്നെ ലഹള അവിടെ തുടങ്ങിയിട്ടുണ്ട്, വേണ്ടാറുണ്ട്. മുമ്പൊരു ശ്രമം അതിന് നടന്നിട്ടുണ്ട്, അത് നടന്നില്ല. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കുണ്ട്, പാവം ഹിന്ദുക്കൾക്ക് ദേവസ്വം ബോർഡുണ്ട്. മലബാർ ദേവസ്വമുണ്ട്, തിരുക്കൊച്ചി ദേവസ്വമുണ്ട്, ഗുരുവായൂർ ദേവസ്വമുണ്ട്, പിന്നെ ശബരിമല ദേവസ്വമുണ്ട്. ഇങ്ങനെ ഒരുപാട് ദേവസ്വങ്ങളുണ്ട്. ദേവസ്വം, ബ്രഹ്മസ്വം, അങ്ങനെ 2 തരത്തിലാണ്. അവരുടെ പ്രോപ്പർട്ടിയുടെ ഒരു സ്റ്റാറ്റസ് എന്താ അറിയുന്നത്? ഇപ്പോൾ ഒരു ദേവസ്വത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഒരു ക്ഷേത്രത്തിൻ്റെ മുതലാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് അവിടുത്തെ പ്രതിഷ്ഠയുടെ സമ്പത്തായിട്ടാണ് നിയമം കാണുക. ഒരു പ്രതിഷ്ഠ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, അല്ലെങ്കിൽ ഒരു കാളി, അങ്ങനെ അല്ലെങ്കിൽ ഒരു അമ്മ, അങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠയുടെയാണ് ഈ പ്രോപ്പർട്ടി എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ്. അങ്ങനെ ഡീൽ ചെയ്തോളുന്നതാണ്. ആ ക്ഷേത്രത്തിന് ആര് നീക്കി വെച്ച സ്വത്താണെങ്കിലും ആ സ്വത്ത് പ്രതിഷ്ഠയുടേതാണ്. മാത്രമല്ല അതിൻ്റെ സ്റ്റാറ്റസ് മൈനോറിറ്റി പ്രോപ്പർട്ടിയെ പോലെ ഡീൽ ചെയ്യണമെന്നാണ്. പ്രായപൂർത്തിയാകാത്തവരുടെ സമ്പത്ത് നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഒരു മൈനറായിട്ടാണ് പ്രതിഷ്ഠയെ നിയമം കാണുന്നത്. ആ മൈനോറിറ്റി പ്രോപ്പർട്ടി ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ അത് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല.
മൈനറുടെ സ്വത്താണല്ലോ, മൈനർ സ്വത്തായിട്ടാണ് അതിനെ കാണുക. നിയമം അങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അവർക്ക് ഒരു ദേവസ്വത്തിനുള്ള ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, ഒക്കെ ശരിയാണ്, ഉണ്ടായിക്കോട്ടെ, നമ്മളാരും അതിനെതിരല്ല. കേരള നിയമസഭയിൽ ദേവസ്വം ജീവനക്കാർക്ക് വേണ്ടി, ക്ഷേത്ര ജീവനക്കാർക്ക് വേണ്ടി അവരുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിശക്തമായി വാദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവസ്വം ജീവനക്കാരാണ് എനിക്ക് കെട്ടിവെക്കാനുള്ള പണം തന്നു. മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ക്ഷേത്രത്തിലെ ജീവനക്കാർ കഴകക്കാരനും ശാന്തിക്കാരനും എംബ്രാന്തിരിയും കൂടി വന്നിട്ട് ഒരു മുസ്ലിം ലീഗുകാരന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള ഡെപ്പോസിറ്റ് കൊടുത്ത ചരിത്രത്തിൽ ഇന്ത്യ മാത്രമേ ഉണ്ടാവുള്ളൂ. മുമ്പുണ്ടോ എനിക്ക് അറിഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കാം. അത് പാണക്കാട് വെച്ച് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അവർ പാണക്കാട് കൊണ്ടുവന്ന് പാണക്കാട് നിന്ന് തങ്ങളെ സാന്നിധ്യത്തിലാണ് ഞാൻ അത് വാങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ഒരു താല്പര്യം വന്നപ്പോൾ നമ്മളത് സംരക്ഷിക്കാൻ നിന്ന് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ലാണ്ടെന്നാൽ കിടക്കട്ടെ, അവന് 4 അടി കിട്ടട്ടെ എന്നല്ല നമ്മൾ വിചാരിച്ചു. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അപ്പോൾ ചർച്ച് ബിൽ എന്ന് പറഞ്ഞൊരു ബില്ല് വരണം എന്നല്ല ഞാൻ പറഞ്ഞു. അവരുടെ പ്രോപ്പർട്ടിയെക്കുറിച്ച് 17 കോടി ഏക്കർ എന്നാണ് ഓർഗനൈസർ ചെയ്തത്. 17 ലക്ഷമല്ല, 17 കോടി ഏക്കർ. ആ സമ്പത്തും പിടിച്ചെടുക്കണം എന്നുള്ള മട്ടിലാണ് ചർച്ച് ബില്ലിനെ കുറിച്ച് ആലോചിക്കണം എന്ന് ഓർഗനൈസർ പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ആലോചിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ തൽക്കാലം ഒരു പ്രതിഷേധം വന്നപ്പോൾ അതുകൊണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് പോകണില്ല. അവരുടെ മനസ്സിലുള്ള സാധനം അതാണ്. അപ്പോൾ ഇപ്പോൾ ചർച്ച് ബില്ലില്ല. ക്രൈസ്തവർക്ക് അവരുടെ പ്രോപ്പർട്ടിയൊക്കെ സ്വന്തം കൈകാര്യം ചെയ്യാം. മുസ്ലിങ്ങൾക്ക് ബോർഡ് പറഞ്ഞതേ കേൾക്കാൻ പറ്റുള്ളൂ. ഹിന്ദുക്കൾക്ക് ബോർഡ് പറഞ്ഞേ കേൾക്കാൻ പറ്റുള്ളൂ. സിഖുകാർക്ക് ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിക്ക് അവർ പറഞ്ഞതേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു രാജ്യത്തൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ മതസ്ഥർക്കും ഉണ്ടാക്കണ്ടേ, ഇല്ലാതാക്കുകയാണെങ്കിൽ എല്ലാ മതസ്ഥർക്കും ഇല്ലാതാക്കണ്ടേ. അല്ലെങ്കിലോ എല്ലാ മതസ്ഥർക്കും അത് ഇല്ലാതാക്കുന്നില്ലെങ്കിൽ ഒരു ഭേദഗതി വരുത്തുകയാണ്. അന്യമതസ്ഥർ പരസ്പരം കലർന്ന് സെക്കുലറായിട്ട് എല്ലാവരും കൂടിയാണ് ഭരിക്കണം തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ വേണ്ടേ. അതില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഇൻറ്റൻഷൻ, പർപ്പസ്, മോട്ടീവ് തെറ്റാണ്, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡാണ്. ഇതൊരു മാത്രമല്ല, പ്രധാനമന്ത്രി പറഞ്ഞ കേട്ട ചിരി വരും. പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ ഈ വഖഫ് സ്വത്ത് ഉപയോഗിക്കാം. തൊഴിലില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാർക്ക് അദ്ദേഹത്തിന് വാക്കിഫ് എന്താണെന്നും വഖഫ് ആക്ട് എന്താണെന്നും ഇതൊരു സ്വകാര്യ സ്വത്താണെന്നും ഒരു വിവരവുമില്ല. ഇത് സ്വകാര്യ സ്വത്തല്ലേ? ഞാനോ നിങ്ങളോ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്താണ്, നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ മതി. എന്നാൽ നമ്മുടെ ഭക്തി കാരണം, ദൈവവിശ്വാസം കാരണം പരലോക ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടി റബ്ബിന് ഒരു വിഹിതം നീക്കി വെക്കുകയാണ്. അത് നീക്കി വെക്കുമ്പോൾ അത് എങ്ങനെ ചെലവഴിക്കണമെന്ന് നീക്കി വെക്കണം. ഞാൻ എങ്ങനെ പറഞ്ഞു വെച്ചാൽ അതുപോലെ ചെലവഴിക്കുകയാണ്. അത് അതുപോലെ ചെലവഴിക്കുന്നുണ്ടോ എന്ന് മേൽനോട്ടം വയ്ക്കണ പണി മാത്രമേ വഖഫ് ബോർഡിനുള്ളൂ. ഞാനത് ചെലവഴിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള മുത്തവല്ലിമാരായാലും അഴിമതി നടത്തുന്നുണ്ടോ, അത് വിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെയൊന്നും ചെയ്യാതെ വാക്കിഫിൻ്റെ ഉദ്ദേശം സഫലമാക്കുന്നതിന് വേണ്ടി, ഖിയാമത്ത് വരെ സഫലമാക്കുന്നതിന് വേണ്ടി ഒരു വാച്ച് ഡോഗായിട്ടാണ് ആര് നിൽക്കേണ്ടത്? വഖഫ് ബോർഡ്. അതുപോലെ വഖഫ് കൗൺസിലും അങ്ങനെയാണ് നിൽക്കേണ്ടത്. അപ്പോഴും ഈ പ്രോപ്പർട്ടിയിൽ അവരൊന്നും ചെയ്യണില്ല. അത് ഈ വഖഫ് വെച്ച ആളെ പ്രോപ്പർട്ടിയാണ്, അയാളെ സ്വന്തം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇന്ത്യയിൽ ആർക്കും സ്വകാര്യ സ്വത്താകാം. ആ സ്വകാര്യ സ്വത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് സ്വത്തുണ്ടെങ്കിൽ അവർ വെക്കുന്നതാണ്. അവരുടെ വിശ്വാസപ്രകാരം റബ്ബിന് വേണ്ടി വെക്കുന്നതാണ്, റബ്ബിൻ്റെ നാമത്തിൽ. അതെങ്ങനെ തിരിച്ചെടുക്കുക? അതെങ്ങനെ വിൽക്കുക? റബ്ബിന് കൊടുത്ത പ്രോപ്പർട്ടി എങ്ങനെ പിന്നെ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി വേറെ വിൽക്കുക? എങ്ങനെ അവ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഇപ്പോൾ ഇവരെല്ലാം കൂടി കടന്നുകൂടിയിട്ടുള്ളത്. മറ്റൊന്ന്, മുസ്ലിങ്ങളുടെ ഈ വഖഫ് സ്വത്തിന് മാത്രമല്ല ദോഷമുള്ളത്, മുസ്ലിങ്ങളുടെ ആഹാരം തെറ്റാണ്. ആ ആഹാര രീതിക്കെതിരെ ധാരാളം ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? അതിൽ ഇപ്പോൾ ഈ ബീഫൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കുള്ളതെന്നാണ് ആരോ വരുത്തി തീർത്തില്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എനിക്ക് വലിയ വിവരമില്ല, ബീഫ് എന്നതായിട്ട് ഞാനവിടെ വായിച്ചിട്ടില്ല. ഒന്നാമത് അവിടെ ഈ സാധനം കിട്ടില്ലായിരുന്നു. അവിടെ ഒന്നുകിൽ ഒട്ടകം അല്ലെങ്കിൽ ആട്, എന്നാൽ തന്നെ പട്ടിണിയായിരുന്നു. വല്ലപ്പോഴും ഉണക്കി വെച്ച എന്തെങ്കിലും ഒരു ഇറച്ചിൻ്റെ കഷ്ണം മൂപ്പര് തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യമാതിരി സാപ്പാടടിച്ചിട്ടൊന്നുമില്ല. അത് യാതൊരു ബന്ധമില്ല. ഇന്ത്യ രാജ്യത്തു നിന്ന് 30,000 കോടി രൂപ ഒരു വർഷം ബീഫ് കയറ്റി വെച്ചിട്ട് വാങ്ങുകയാണ് ഗവൺമെൻറ്.
ആ 30,000 കോടി റുപ്യയുടെ ബീഫ് വാങ്ങി ലോറി കണക്കിൽ നിങ്ങൾ കാൺപൂർ, ലക്നൗ അവിടെയൊക്കെ പോയി കണ്ടാൽ വലിയ വലിയ കേന്ദ്രങ്ങളുണ്ട്, ബുച്ചറിങ് സ്ഥലങ്ങളുണ്ട്. അവിടെ ബീഫ് അറുത്തിട്ട് ഇറച്ചിയാക്കി ടിൻ ചെയ്ത് പാക്ക് ചെയ്ത് വിദേശത്തേക്ക് കയറ്റി അയക്കുമ്പോഴൊക്കെ ഹലാൽ ബീഫ് എന്നാണ് എഴുതുക. അൽ കബീർ എന്നൊക്കെയാണ് പേര്. BJP MLA നടത്തുന്നതാണ്. BJP MLA-മാർ, MP-മാർ അങ്ങനെയുള്ള പണക്കാരാണ് ഈ ബീഫ് മുഴുവൻ കയറ്റിയേക്കണത്. എന്നാൽ ബീഫ് ഇത്ര പാടില്ലാത്തൊരു സംഗതിയാണെങ്കിൽ അതാണ് നിർത്തിക്കൂടെ? 30,000 കോടിയാണ് മുടങ്ങുക. ഇതാണ് ഗൾഫ് രാജ്യങ്ങളിൽ അടക്കം ഹലാൽ എന്ന് പറഞ്ഞു പോകുന്നത്. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാതെ അതിൻ്റെ നേരെ തിരിഞ്ഞ് വിശുദ്ധമായത് വേണ്ട വെച്ചാൽ ഇപ്പം എന്താ ചെയ്യാൻ? നേർക്ക് നേരെ വൃത്തിയായിട്ട് സയൻറ്റിഫിക്കായിട്ടുള്ളൊരു സാധനമാണ് ഇതെന്ന് എഴുതി വെച്ചാൽ അത് വേണ്ട, എനിക്ക് അൺസയൻറ്റിഫിക് മതി പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാര പ്രശ്നം, പിന്നെ ഇടക്കാലത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ അതിൽ തുപ്പിയിട്ടത്ര നമ്മൾ വിൽക്കൽ. ഈ ആഹാരമൊക്കെ ഹോട്ടലിൽ ഇങ്ങനെ തുപ്പി അങ്ങനെയാണ് കൊടുക്കലാണ്. അവനാണ് കച്ചവടം നടക്കണമെങ്കിൽ ആരെങ്കിലും തുപ്പുമോ? അപ്പോൾ മുസ്ലിങ്ങളുടെ ആഹാരത്തിന് എന്തോ തകരാറുണ്ട്. അതുപോലെ വസ്ത്രധാരണ രീതിക്ക് എന്തോ കുഴപ്പമുണ്ട്. അവരിങ്ങനെ തല മൂടി നടക്കണം. എന്തിനാ അവരെന്തിനാ ഇങ്ങനെ ഹിജാബ് ഇടണം? അവരിങ്ങനെ പരീക്ഷ എഴുതാൻ വേണ്ടി ഇങ്ങനെ ശരീരമൊക്കെ മറച്ചു പോകണം. എന്തിനാ? അവർ തുറന്നിട്ട് നടക്കട്ടെ എന്നുള്ളതാണ്. എന്നാൽ എല്ലാ മതസ്ഥരിലും പ്രധാനപ്പെട്ട ആളുകൾ, വിശുദ്ധി ആഗ്രഹിക്കുന്ന ആളുകൾ, ദൈവ വിശ്വാസികളായുള്ള മനുഷ്യർ അധികവും തലമറച്ചും ശരീരം മറച്ചും വിശുദ്ധമായിട്ടാണ് നടക്കുന്നത്. ഹിന്ദുക്കളുടെ ഇടയിൽ പോലും ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. ഹൈന്ദവ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് പ്രജാപിത ബ്രഹ്മകുമാരി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ആ സംഘടന മുഴുവൻ നയിക്കുന്ന സ്ത്രീകളാണ്, കംപ്ലീറ്റ് സ്ത്രീകളാണ്. ലോകത്തിലെ 193 രാജ്യങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ആ സ്ഥാപനത്തിൽ എല്ലാ സംഗതിയും നടത്തുന്നത് മുമ്പിൽ സ്ത്രീകളാണ്, കുറച്ച് സിസ്റ്റേഴ്സ്, ബാക്കി ബ്രദേഴ്സ്. ഈ സിസ്റ്റേഴ്സ് മുഴുവൻ നല്ല ഫുൾ കൈ വസ്ത്രവും ശരീരത്തിലെ ഒരു ഭാഗം കാണാത്ത വിധം അകത്തൊരു ഷർട്ട്, അതിൻ്റെ മേലൊരു ഷർട്ട് ഒക്കെ ഇട്ടിട്ട് തല മറക്കില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. രാജസ്ഥാനിൽ ജാതി മതം നോക്കാതെ അവിടുത്തെ മനുഷ്യർ ഈ മണലുള്ള സ്ഥലമായതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും ഫുള്ളായിട്ട് മുഖമാണ് മൂടുകയാണ് ഒരു തുണി കൊണ്ട്. ശ്വാസം കിട്ടുക ചെയ്യുന്നു. കുഴപ്പമില്ല. ബൈബിളിൽ തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് തല മറക്കൽ നിർബന്ധമാണ് സ്ത്രീകൾ. അങ്ങനെ മറക്കാൻ തയ്യാറില്ലാത്ത സ്ത്രീകൾ മുണ്ടനം ചെയ്യട്ടെ എന്നാണ് ബൈബിളിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. തല മുട്ടടിച്ച് നടന്നോട്ടാർ, എന്നാലും മുടി കാണിക്കരുതെന്നാണ്. എല്ലാ ക്രൈസ്തവ സ്ത്രീകളും പള്ളിയിൽ പോകുമ്പോൾ ഞായറാഴ്ചയാണെങ്കിലും ഒരു ഷാൾ തലയിലിട്ടില്ലെങ്കിൽ തൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ തലയിലിടും, പിന്നെ കഴുത്തിലിടും. അവർ അങ്ങനെ കൃത്യമായിട്ട് ആ നല്ല വേഷവിധാനങ്ങൾ നടക്കും. എല്ലാ മതപുരോഹിതന്മാരും മുസ്ലിം പുരോഹിതന്മാരെക്കാളും ഭംഗിയായിട്ട് ശരീരം മുഴുവൻ മറച്ചിട്ടാണ് ക്രൈസ്തവ പാതിരിമാരും ബിഷപ്പുമാരും ഒക്കെ നടക്കും. ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ. സ്ത്രീകളും അങ്ങനെ, പുരുഷന്മാരും അങ്ങനെ. പക്ഷെ ആരെങ്ങനെ വസ്ത്രം ധരിച്ചാലും ഒരു കുഴപ്പമില്ല. മുസ്ലിങ്ങൾ അവരെ ഇങ്ങനെ തലമറിച്ച് നടക്കരുത്. അപ്പോൾ മുസ്ലിങ്ങളുടെ വസ്ത്രത്തിന് തകരാറ്, മുസ്ലിങ്ങളുടെ ആഹാരത്തിന് തകരാറ്, മുസ്ലിങ്ങളുടെ വിവാഹത്തിന് തകരാറ്, വിവാഹമോചനത്തിന് തകരാറ്. ഇപ്പോൾ മുത്തലാഖ് ചൊല്ലിയാൽ നിയമപരമായിട്ട് അതിന് സാധുതയൊന്നുമില്ല. അങ്ങനെ വൈകാരികമായി പെട്ടെന്ന് അങ്ങനെ നിയമപരമായി സാധുത ഇല്ലെങ്കിൽ പോലും വിവാഹമോചനം ചെയ്യുന്നൊരു മുസൽമാൻ ഇങ്ങനെ 3 തവണ ഒറ്റയടിക്ക പറഞ്ഞുകൊണ്ടാണ് ചെയ്യണമെങ്കിൽ അയാൾക്ക് 3 വർഷം ജയിലാണ്. ക്രിമിനൽ കുറ്റാണ്. ബാക്കി ഏത് മതസ്ഥരും വിവാഹമോചനം ചെയ്യുന്നത് സിവിൽ ആയിട്ടുള്ള കുറ്റമാണ്. അത് CRPCയുടെ 125-ാം വകുപ്പ് പ്രകാരം ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കണമെന്നേ കോടതി പറയുള്ളൂ. ഇസ്ലാം മത വിശ്വാസികൾക്ക് അതിലും ഈ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്തൊരു മാറ്റം വരുത്തി വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നിയമമുണ്ടാക്കി. അതിൻ്റെ വകുപ്പ് 3-1 പ്രകാരം ഒരു വലിൽ മുത്തല്ലാഖാത്ത് മത്താഉം ബിൽ മഅറൂഫ് എന്ന് മതിയായ ഒരു പാരിതോഷികത്തിനുള്ള അർഹത വിവാഹമോചിതയായ സ്ത്രീകൾക്കുണ്ടെന്ന് കണക്കാക്കിയിട്ട് ഭീമമായൊരു സംഖ്യ അവർക്ക് കൊടുക്കണമെന്നാണ് മുസ്ലിങ്ങളോട് കോടതി കൽപ്പിക്കുന്നത്. പക്ഷേ വിവാഹമോചനം ചെയ്താൽ ഈ വിവാഹമോചനം മാത്രം കുഴപ്പമാണ്, അവർ ജയിലിൽ കിടക്കണമെന്നാണ്. 3 കൊല്ലെങ്കിലും കിടക്കണമെന്നാണ് മുസ്ലിം ആയതുകൊണ്ട്. ഇതൊക്കെ ഒരു വിവേചനമല്ലേ? ഇതൊക്കെ ഒരു വിവേചനമല്ല. അപ്പോൾ അവൻ്റെ ആഹാരം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ വിദ്യാഭ്യാസം, പിന്നെ അവൻ ഭീകരവാദിയാണ്, അവൻ മതരാഷ്ട്രവാദിയാണ്. ആരാണ് ഇവിടെ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു? അങ്ങനെയുള്ള അംഗത്തിന് ആരെങ്കിലും പറയും ഇന്ത്യ രാജ്യത്തോ മതരാഷ്ട്രം വേണം മുസ്ലിങ്ങൾക്ക്? ആരും പറഞ്ഞിട്ടില്ല. മതരാഷ്ട്രം നിർമ്മിക്കുന്നത് തെറ്റല്ല, മതരാഷ്ട്രവാദമാണെന്ന് നിങ്ങളെ പേരിൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാം. മതരാഷ്ട്രവാദിയാണ്.
മറ്റോരോ മതരാഷ്ട്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിന് കുഴപ്പമില്ല. മതരാഷ്ട്രം ഉണ്ടാക്കണേ കുഴപ്പമില്ല, അത് പറയാൻ പാടില്ല, ആരും പറഞ്ഞിട്ടുമില്ല. പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും അവന് ചെയ്യില്ല, കുറ്റകരമാണ്. അതുകൊണ്ട് ഭീകരവാദിയാണ്. എവിടെയാണ് അവർ ഭീകരത നടത്തിയത്? എവിടെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഭീകരത നടത്തിയത്? അതിശക്തമായ പോരാട്ടം, നേരത്തെ ഇവിടെ ഷെരീഫ് പറഞ്ഞ മാതിരി, നൗഷാദൊക്കെ പറഞ്ഞ മാതിരി, ബ്രിട്ടീഷുകാർക്കെതിരായി, പോർച്ചുഗീസുകാർക്കെതിരായി ദേശസ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് വൈകാരികമായി പ്രതികരിച്ച് ഒരു നിമിഷം ഈ പോർച്ചുഗീസുകാരനെയും ബ്രിട്ടീഷുകാരനെയും ഇവിടെ വെക്കില്ല, ഇതെൻ്റെ രാജ്യമാണ്, ഇതിന് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ട് ജീവൻ കളഞ്ഞവരാണ് മുസ്ലിമീങ്ങൾ. 2 വൻ സമരങ്ങൾ, നമ്മളെ ഭീകരവാദികളാക്കുന്ന 2 വൻ സമരങ്ങളൊന്ന് മലബാർ കലാപമൊക്കെയാണ്. ആ കലാപത്തിന് മുമ്പ് തന്നെ, അത് കാർഷിക സമരമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കലാപത്തിന് മുമ്പ് തന്നെ ഇവിടെ പോർച്ചുഗീസുകാർ വന്ന നാൾ മുതൽ സാമൂതിരി രാജാവിൻ്റെ കൂടെ നിന്ന് പോർച്ചുഗീസുകാർക്കെതിരായി യുദ്ധം ചെയ്ത് ലോകത്തിലെ ഏത് പോർച്ചുഗീസ് കോളനിയിൽ നിന്നും അവരൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് മലബാറിൽ നിന്നും കേരളത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും വലിയ എതിരാളിയെ പോർച്ചുഗീസുകാർ വേറെ എവിടെയും നേരിട്ടില്ല. അത് പോയി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ശക്തമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം, അതിനും വിട്ടില്ല നമ്മൾ. അല്ലാതെ നാട്ടിലുള്ള ആളുകളോടല്ല ആക്രമണം കാണിച്ച്, ഹിന്ദുക്കളോടല്ല ആക്രമണം കാണിച്ച് പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ, സാമ്രാജ്യത്വം അതിനെ ശക്തമായി എതിർത്തു പോന്നു. അതിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നു. അത് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭമാണെന്ന് സഖാവ് ലെനിൻ വരെ പറഞ്ഞു. അബനി മുഖർജി എന്ന് പറയുന്ന ഒരു ബംഗാളി ആയിട്ടുള്ള ആൾ, ഒരു ഇടതുപക്ഷ ചിന്തകൻ, മലബാർ കലാപത്തെക്കുറിച്ച് പഠിച്ച് ചെറിയൊരു പുസ്തകം തയ്യാറാക്കി ലെനിൻ അയച്ചു കൊടുത്തു. ലെനിൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ലെനിൻ 24-ലാണ് മരിച്ചത്. നമ്മുടെ സമരം, മലബാർ കലാപം 21, 22 എല്ലാം അവസാനിച്ചതാണ്. അബനി മുഖർജി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു ചെറിയ പുസ്തകം ഉണ്ടാക്കിയിട്ട് ലെനിൻ അയച്ചു കൊടുത്ത്, ലെനിൻ അദ്ദേഹത്തിൻ്റെ മാക്സിം ഗോർക്കി ഭവനിലാണ് ലെനിൻ അവസാന കാലത്ത് താമസിച്ചിരുന്നത്. ശരീരത്തിൽ വെടിയുണ്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ലെനിൻ്റെ പേഴ്സണൽ ഗ്രന്ഥാലയത്തിൽ മലബാർ കലാപത്തെക്കുറിച്ച് അബനി മുഖർജി എഴുതിയ ഇത് സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണെന്ന് കാണിക്കുന്ന ലഘുലേഖ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, നേരിട്ട് പോയിട്ട്. അപ്പോൾ അന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന അങ്ങനെയിരുന്നു. അപ്പോൾ സാമ്രാജ്യത്തിനെതിരായ സമരം. പിന്നെ ഈ സാമൂതിരി രാജാവും അക്കാലത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ വളരെ ഒരുമിച്ചാണ് നിന്നിരുന്നത്. പോർച്ചുഗീസുകാരനെ ശത്രുവാക്കി സാമൂതിരി ഡിക്ലെയർ ചെയ്തതാണ്. മുസ്ലിങ്ങൾക്ക് ധാരാളം മക്കളുണ്ടാകണം, എന്നാലേ നമുക്ക് ഭാവിയിൽ നാവികസേന ഉണ്ടാവുള്ളൂ എന്ന് കരുതിയ ആളാണ് അദ്ദേഹം. കാരണം കപ്പലിൽ പോകുന്നതും യുദ്ധം ചെയ്യുന്നതൊക്കെ ഒരു ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന ഒരു സമുദായമാണ്. ഗാന്ധിജി പഠിക്കാൻ കപ്പലിൽ പോയതിനെതിരായിട്ട് പോലും പലതും ഉണ്ടായിരുന്നു. അപ്പോൾ കടലിൽ മുസ്ലിങ്ങൾ വേണം പോർച്ചുഗീസുകാരനെ എതിർക്കാൻ, അതിന് നാവികസേന ഉണ്ടാകാൻ മുസ്ലിങ്ങൾക്ക് കൂടുതൽ മക്കൾ വേണമെന്ന് പറഞ്ഞ ആളാണ് സാമൂതിരി. ഇതൊക്കെ വന്നാലും മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി ഒരു ഉന്മൂലന ശബ്ദത്തിൻ്റെ കാഹളങ്ങളാണ് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് വഖഫ്. നമ്മൾ വളരെ നിഷ്കളങ്കരാണ്. നമുക്കെതിരായി വരുന്ന ഈ എല്ലാ കാര്യങ്ങളെയും ക്ഷമയോടുകൂടി നോക്കിക്കാണുകയും പരമാവധി പ്രതികരിക്കാതിരിക്കുകയും അല്ലെങ്കിൽ മാന്യമായി പ്രതികരിക്കുകയും ചെയ്യുന്നതിൽ മാതൃക കാണിച്ചവരാണ് മുസ്ലിങ്ങൾ. നമ്മളിപ്പോഴും നമുക്കെതിരായിട്ടുള്ള ഈ നുണപ്രചരണങ്ങൾക്കൊന്നും ആരും മറുപടി പറയണില്ലല്ലോ. ഒരു കുഴപ്പമുണ്ടാക്കണില്ല. എല്ലാവരും അങ്ങനെ വന്നു, അവർ നുണ പറയണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മൾ നിഷ്കളങ്കരായിട്ടാണ് ഈ നിൽക്കുന്നത്. ആ നിഷ്കളങ്കത പോലും ദൗർബല്യമായിട്ട് പലരും കാണുകയാണ്. നമ്മളിപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ സഹോദരന്മാർ, ഞാനതാ പറഞ്ഞ ഹൈന്ദവ സഹോദരന്മാർ നമുക്കെതിരല്ല. മെജോറിറ്റി ഓഫ് ദ ഹിന്ദുസ്, വൻ മെജോറിറ്റി ഹിന്ദു ഒരിക്കലും മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ എതിരല്ല. ഹിന്ദുത്വ എന്ന് പറയുന്നൊരു രാഷ്ട്രീയമാണ് അതുണ്ടാണ്. മഹാത്മാഗാന്ധി വാസ് എ ഹിന്ദു, ഗോഡ്സെ വാസ് ആൾസോ എ ഹിന്ദു. ഗോഡ്സെ ഹിന്ദു ആയിരുന്നു, ഗാന്ധി ഹിന്ദു ആയിരുന്നു. ഗോഡ്സെ കിൽഡ് ഗാന്ധി, ഗാന്ധിജിയെ കൊന്നു ഗോഡ്സെ. അപ്പോൾ ഹിന്ദുവായ ഗോഡ്സെ ഹിന്ദുവായ ഗാന്ധിജിയെ കൊല്ലുകയാണ്. ഇതിലേതാണ് ഹിന്ദു എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ് നമ്മുടെ ഹിന്ദു. മറ്റത് ഹിന്ദുത്വ, അതിനോടൊരു ത്വ ഉണ്ട്, ഇതിൽ ത്വ അല്ല, വെറും ഹിന്ദുവാണ്. ഗാന്ധിജി എന്തിനാ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗോഡ്സെ കോടതിയിൽ ഒരു വലിയ അഫിഡവിറ്റ് എഴുതി കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു
ഹൈന്ദവ സംസ്കാരത്തിലേക്ക് എന്താണ് അഹിംസയും ഒക്കെ ഗാന്ധിജി കുത്തിക്കയറ്റിയിരുന്നത്. ഗാന്ധിജി അതിലേക്ക് നല്ല ചില കാര്യങ്ങൾ കടത്തി വിട്ടത് കൊണ്ടാണ് ഞാൻ വെടിവെച്ചു പോകുന്നതെന്നാണ് പറയുന്നത്. ചീത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല. ആ ഗാന്ധിജിയുടെ ഇന്ത്യയാണ്. ഇവിടുത്തെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ യാതൊരു തർക്കവും ബഹളവും ഇല്ല. ഇപ്പം തന്നെ ഇന്നൊന്നിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു, ഈ മുഗൾ ചക്രവർത്തിമാരെ കുറേ കാലമല്ല ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ NCERT മുഖേന 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള 300 കൊല്ലം ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് പോയിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞ് നമ്മളെ മക്കളാരെങ്കിലും കുത്തബ് മീനാർ ബാക്കിയുണ്ടെങ്കിൽ അവിടെ പോയി നിന്ന് വാപ്പ ഇതാരുണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ എവിടെയും രേഖയില്ല. ഇത് ആരുണ്ടാക്കിയത്? സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അബ്സർജാണെന്ന് തോന്നിപ്പോകും. താജ്മഹൽ കണ്ട് അന്തം വിട്ടിട്ട് ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ പുസ്തകത്തിൽ അതിന് മറുപടി ഇല്ല. ആ ചരിത്രം നീക്കം ചെയ്തു. ഈ മുഗൾ ചക്രവർത്തിമാരെ കാലത്ത് മുഗൾ ചക്രവർത്തിമാർ നമ്മുടെ ആരുമല്ല. അവർ ഈ കേരളത്തിൽ ഈ അരീക്കോട്ടിരിക്കണം നമ്മളെ ഭരിച്ചിട്ടേ ഇല്ല. അശോക ചക്രവർത്തി എന്ന് പറഞ്ഞ ബുദ്ധരാജാവ് നമ്മളെ ഭരിച്ചിട്ടില്ല. ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന രാജാവ് നമ്മളെ ഭരിച്ചിട്ടില്ല. ഹർഷവർദ്ധനൻ നമ്മളെ ഭരിച്ചിട്ടില്ല. വിക്രമാദിത്യൻ നമ്മളെ ഭരിച്ചിട്ടില്ല. കാരണം അതൊക്കെ ഈ അശോകൻ വരെ ഈ കേരളപുത്രർ എന്നാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അന്ന് കേരളമില്ല, എന്നാലും കേരളപുത്രർ എന്ന് സംബോധന ചെയ്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇവിടെയൊന്നും ഭരിച്ചിട്ടില്ല. നേരെ കുറച്ച് അഫ്ഗാനിസ്ഥാനിലും അവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും ഭരിച്ചിട്ടില്ല. ആ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്താണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ GDP. അന്ന് അമേരിക്ക ഒന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ GDP ഉണ്ടായിരുന്ന രാജ്യം ഇന്ത്യയാണ്. അത് പറയാൻ പാടില്ല, അത് അറിയാൻ പാടില്ല എന്നാണ് പ്രശ്നം. അത് താഴ്ന്ന് ബ്രിട്ടീഷുകാർ പോയപ്പോൾ 7% കുറഞ്ഞു. അവരൊക്കെ കട്ടുമുടിച്ച് കൊണ്ടുപോയി. അതിൽ നിന്നാണ് ഈ പുതിയ ഇന്ത്യ ഉണ്ടായത്. ഇന്ത്യ ഉണ്ടായിട്ട് അധികം കാലമായിട്ടില്ല, 47 ശേഷം ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യ 600 നാട്ടുരാജ്യങ്ങൾക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ചേർത്തത് വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന് പറയുന്നൊരു VP മേനോൻ, മലയാളിയും ആഭ്യന്തരമന്ത്രി പട്ടേലുമാണ്. അത് ആ നിയമം അനുസരിച്ച് നടപ്പിലാക്കി എല്ലാവരും ഇന്ത്യയിലേക്ക് ചേർത്തത്. അന്ന് ഇന്ത്യ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭൂപ്രദേശം അല്ല സൃഷ്ടിച്ചിട്ടുണ്ട്, പക്ഷേ ഈ കാണുന്ന ഇന്ത്യയില്ല. അപ്പോൾ ഈ കാര്യത്തിലൊന്നും ഹൈന്ദവരായിട്ടുള്ള സഹോദരന്മാർക്ക് തർക്കമില്ല. ഈ കാർഷിക മേഖലയിലൊക്കെ കൃഷിക്കാർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനും അവരുടെ വിളനഷ്ടത്തിന് കോമ്പൻസേഷൻ കൊടുക്കാനും ആദ്യം തീരുമാനിച്ച അക്ബർ ചക്രവർത്തിയാണ്. നല്ല കാർഷിക നിയമമൊക്കെ ഉണ്ടാക്കിയത്. മാത്രമല്ല, കൃഷിക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയിരുന്നപ്പോൾ ഈ അക്ബർ ചക്രവർത്തി ചെയ്തത് എന്താ വെച്ചാൽ, നല്ല വരുമാനമുള്ള കൃഷി ചെയ്യുന്നവർക്ക് കൂടുതൽ നികുതിയും അത്ര വരുമാനം ഇല്ലാത്തവർക്ക് കുറവായിരുന്നു. ഇപ്പോൾ അന്നത്തെ മാതിരി റബ്ബറോ തെങ്ങോ അല്ലെങ്കിൽ അന്ന് വില കിട്ടുന്ന സാധനം കൃഷി ചെയ്യുന്നവർക്ക് കൂടുതൽ നികുതി ഉണ്ടാവും. യാതൊരു വിലയും കിട്ടാത്ത ചെറിയ വേറെ സാധനം എല്ലാവർക്കും ഒരു തോതല്ല. അതാണ് ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ റോക്കറ്റിൻ്റെ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വെടിക്കോപ്പ് നിർമ്മാണശാല കാവേരി നദിയുടെ തീരത്തുണ്ടായപ്പോൾ അതിൽ മത്സ്യം ചത്തുപൊങ്ങേ വിഷം കലരി എന്തോ ചെയ്തപ്പോൾ ആ വെടിക്കോപ്പ് നിർമ്മാണശാല അവിടുന്ന് പൊളിച്ചു കളയാൻ വേണ്ടി ഉത്തരവിട്ടിട്ട് അവിടെ മുഴുവൻ ബദാം നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉടമസ്ഥന്മാരെ നിർബന്ധിച്ച ആളാണ് ടിപ്പു. അങ്ങനെ മീൻ ചാകാൻ പാടില്ല, പ്രകൃതി നശിക്കാൻ പാടില്ല, ഇങ്ങനെ പല സങ്കല്പങ്ങളും അവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളെ തലയിൽ വെച്ച് കെട്ടണമെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ ടിപ്പുമായിട്ട് എന്ത് ബന്ധം, അല്ലെങ്കിൽ നമ്മൾ അക്ബർ ചക്രവർത്തിയായിട്ട് എന്ത് ബന്ധം? ആ കാലഘട്ടത്തിൽ അവർ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനൊന്നും അല്ലല്ലോ വന്ന്. കുറച്ച് പ്രചരിച്ചിട്ടുണ്ടാവും, എന്നാലും അവർ വരുമ്പോഴുള്ള അതേ സംഖ്യ അത്രയും ശതമാനം മുസ്ലിങ്ങൾ തന്നെ അവർ പോകുമ്പോഴുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു മത ന്യൂനപക്ഷത്തോടുള്ള വിവേചനത്തിൻ്റെയും വിരോധത്തിൻ്റെയും ഫലമായിട്ട് ചരിത്രം തന്നെ മുറിച്ച് കളയുക. 300 കൊല്ലത്തെ ചരിത്രത്തിന് ആൻസർ പറയണ്ടേ? ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ലോകത്തെ എല്ലായിടത്തും അതിന് രേഖകളുണ്ടല്ലോ, ആർക്കും ഇതൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള ചരിത്രത്തിന് എടുത്തു കളയുക, സാമ്പത്തികമായി തകർക്കുക, വിദ്യാഭ്യാസപരമായി തകർക്കുക, അവരെക്കുറിച്ച് അപവാദ പ്രചരണങ്ങൾ ധാരാളമായിട്ട് നടത്തുക. അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള നടപടികളാണ് ഈ സ്വീകരിക്കുന്നത്. അതിലൊന്നാണ് വഖഫ്, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഇതങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ വേറൊരു വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ചപ്പോൾ നമ്മൾ ഹിറ്റ്ലർ മുസോളിനി എന്നൊക്കെ പറയാറുണ്ട്. മുസോളിനിയാണ് ഫാസിസ്റ്റ്, ഹിറ്റ്ലർ നാസിസ്റ്റായിരുന്നു. ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ശരിക്കും മുസോളിനിൻ്റെയാണ്. പക്ഷേ അതൊക്കെ പൊളിറ്റിക്കൽ ഫാസിസമായിരുന്നു.
രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം വലതുപക്ഷം ഫാസിസം എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്. ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ ആ രാജ്യം വളരെ വലതുപക്ഷ സ്വഭാവമുള്ള രാജ്യമായി ഏകാധിപതിയുടെ ഭരണമായി. അങ്ങനെ മുസോളിനി ഭരിച്ചു, ഹിറ്റ്ലർ ഭരിച്ചു. അവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് അധികാരം കിട്ടിയത്. ആ തെരഞ്ഞെടുപ്പ് അവർ നടത്തി. ഇലക്ടോറൽ ഓട്ടോക്രസിയാണ് അതിനെ ഇവിടെ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് ഇല്ലാണ്ടാവില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പുള്ളതുകൊണ്ട് ജനാധിപത്യം ഉണ്ടെന്ന് കരുതണ്ട. ആ തെരഞ്ഞെടുപ്പ് നല്ലതിനുള്ള തെരഞ്ഞെടുപ്പല്ല. അത് ആ തെരഞ്ഞെടുപ്പ് തന്നെ വിവേചനമില്ലാത്ത തെരഞ്ഞെടുപ്പല്ല. അപ്പോൾ ഇലക്ടോറൽ ഓട്ടോക്രസി തന്നെയാണ് അവിടെ നിർത്തിയെന്ന് അവിടെ അവർ ഭരിച്ചു. പക്ഷേ പൊളിറ്റിക്കൽ മെജോറിറ്റി കിട്ടി ഭരണത്തിൽ വരുന്നവർ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഭരണത്തിൽ നിന്ന് പോകും. അതുകൊണ്ട് 25 കൊല്ലം ലോക ഫാസിസം നിന്നിട്ടുള്ളൂ. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ സാംസ്കാരിക ഫാഷിസം കൂടി ഉണ്ട്. സാംസ്കാരികമായിട്ടും അതുപോലെ പൊളിറ്റിക്കൽ മെജോറിറ്റി ഹാസ് ബീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ കമ്മ്യൂണൽ മെജോറിറ്റി. അത് അംബേദ്കർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ ഭൂരിപക്ഷം കൊണ്ടല്ല ഭരിക്കുന്നത്, വർഗീയ ഭൂരിപക്ഷം കൊണ്ടാണ് ഭരിക്കുന്നത്. അത് രണ്ടുമുള്ള വ്യത്യാസം എന്താ? രാഷ്ട്രീയ ഭൂരിപക്ഷമാണെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോൾ ഭരണം മാറും. കമ്മ്യൂണൽ മെജോറിറ്റി ആണെങ്കിൽ അങ്ങനെ മാറില്ല. മതം മാറിയിട്ടുണ്ട്. രാഷ്ട്രീയം മാറണ മാതിരി മനുഷ്യൻ മതം മാറില്ലല്ലോ. അപ്പം മതമാണ് ഭൂരിപക്ഷത്തിന് നിദാനമായിട്ടുണ്ടാകണതെങ്കിൽ അത് നിലനിൽക്കും എന്നുള്ളതാണ്. വല്ലാതെ നീണ്ടു നിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഹൈന്ദവ സഹോദരന്മാരും മുസ്ലിങ്ങളും ക്രൈസ്തവരൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരിലെ 370 വകുപ്പ് പ്രത്യേക അവകാശം കളഞ്ഞതുപോലെ ഒരുപാട് അവകാശങ്ങൾ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ട്. മണിപ്പൂർ ഉൾപ്പെടെ മേഘാലയ ഉൾപ്പെടെ ആ രാജ്യങ്ങൾക്കൊക്കെ ഈ കാശ്മീരിൻ്റെ മാതിരി പ്രത്യേക പദവികളുണ്ട്. അതൊന്നും കളയാതെ ഇത് മാത്രം കളയണം. അതിലും ഒരു മുസ്ലിം എലിമെൻ്റ് ഉണ്ട്, ഒരു മുസ്ലിം മണം അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികളും ഒക്കെ ശത്രുക്കളാണെങ്കിലും ഇവിടുന്ന് ബിസ്മി ചൊല്ലി ആരംഭിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഓരോ സംഗതിയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാ വിഭാഗം അടിച്ചമർത്തപ്പെട്ടവരും ദളിതരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ക്രൈസ്തവരും ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് വാസ്തവത്തിൽ. ഇനി നിൽക്കാൻ ഇപ്പോൾ തൽക്കാലം അവർക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. അവർക്കത് മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരു സാഹചര്യം വരുന്നത് അങ്ങനെ. ക്രൈസ്തവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ. ഈസ്റ്ററിന് പോലും അവിടെ പള്ളിയിൽ കിടന്ന് ഡാൻസ് എടുത്ത് ആകെ കച്ചരാക്കി ഈസ്റ്ററിൻ്റെ പ്രാർത്ഥന പോലും അവിടെ തകരാറാക്കിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ധാരാളം ക്രൈസ്തവരെ ദ്രോഹിച്ചിട്ടുണ്ട്. 249 പള്ളി മണിപ്പൂരിൽ മാത്രം ചർച്ചകൾ തകർത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 5-6 പള്ളിയുടെ പേരല്ലേ മുസ്ലിങ്ങൾക്ക് പറയാറുള്ളൂ. കുറേ അവകാശവാദം 3000 പറയുന്നുണ്ടെങ്കിലും 249 ചർച്ചുകൾ മണിപ്പൂരിൽ ആ ലഹളക്കാലത്ത് തകർത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇങ്ങനെ ക്രൈസ്തവർക്ക് ധാരാളം ഉണ്ട്. പക്ഷേ അവർക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവർക്കും കുറച്ച് പ്രോപ്പർട്ടികളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. നല്ല കണ്ണായ കുറേ സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവർ കയ്യിലാണ്. അതൊക്കെ ഇവർ ചർച്ച് ബില്ല് കൊണ്ടുവന്ന് പിടിച്ചെടുത്തു കൂടായികയില്ല. ഇപ്പോൾ ഈ വഖഫ് പറയുമ്പോൾ പെട്ടെന്ന് ഈ നിയമം കൊണ്ട് കേരളത്തിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നേരെ മറിച്ച് ഉത്തരേന്ത്യക്ക് പോയാൽ ബോംബെ, ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി, ലക്നൗ ആ സ്ഥലങ്ങളിലൊക്കെ കോടാനുകോടി ബില്യൺ ഡോളർ വിലയുള്ള വസ്തുക്കൾ വഖഫായിട്ടുണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഏക്കറൊക്കെ കുറവായിരിക്കും. പക്ഷേ കണ്ണായ സ്ഥലങ്ങളാണ്. ആ കണ്ണായ സ്ഥലങ്ങൾ പലതും കൈവശപ്പെടുത്താനുള്ളൊരു തന്ത്രം കൂടിയാണ്. അതൊക്കെ ചിലപ്പോൾ അഡാനിക്കും അംബാനിക്കും വേറെ പ്രോജക്റ്റിന് കൊടുക്കാനായിരിക്കും. ഈ ബോംബെയിലെ അംബാനിയുടെയൊക്കെ വീട് തന്നെ വഖഫ് സ്ഥലത്താണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അല്ലാതെ ഇവർ പ്രചരിപ്പിക്കണ മാതിരി ഒരു സ്ഥലം ഇന്ന് മുതൽ ഇത് വഖഫാണ് പറഞ്ഞാൽ അത് വഖഫാണ് സംഭവമൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. ആരെ ഒരു സ്വത്തും കൈവശപ്പെടുത്താൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നുമില്ല. ഹൈന്ദവ സഹോദരന്മാരായിട്ടുള്ള വിശ്വാസികൾക്ക് അവരുടെ സ്വത്ത് ഭരിക്കാനുള്ള പൂർണ്ണമായ അവകാശം വേണം. ക്രൈസ്തവ സഹോദരന്മാർക്ക് അവരുടെ സ്വത്ത് ഭരിക്കാനുള്ള അവകാശം വേണം. അതിൽ മുസ്ലിങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അതിൽ ഹിന്ദുക്കൾ ഉണ്ടാവാൻ പാടില്ല. മുസ്ലിങ്ങൾക്കും ആ ഒരു ഔദാര്യം, ആ ഒരു ഭരണഘടനാപരമായ അവകാശം വകവെച്ച് കൊടുക്കേണ്ടതാണ്. അതിനെതിരായിട്ടുള്ള ഒരു നിയമമാണ് ഇവിടെ പാസ്സാക്കിയിട്ടുള്ളത്. ഇത് ശരിക്കും വെട്ടിപ്പിടിക്കാൻ വേണ്ടി മാത്രമല്ല, സാമ്പത്തികമായിട്ട് തകർക്കുക എന്നുള്ളതാണ്. ഈ ചോദ്യം ചെയ്യുക, വിശ്വാസികളെ ഇപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ ഗസയിലൊക്കെ ഇപ്പോഴും
നമ്മളിപ്പോൾ മിണ്ടാത്ത ഗസ കുറേ മരിച്ചപ്പോൾ, ഏതാണ്ട് 100,000-ഓളം ആൾ മരിച്ചപ്പോൾ നമുക്കത് ശീലമായി. ഇപ്പോൾ നമ്മളിപ്പോൾ 100 ആൾ മരിച്ചപ്പോൾ നമ്മൾ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഇപ്പോൾ നിർത്തി. ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവും. ഇതിനൊക്കെ പ്രതിഷേധിക്കാൻ ഒഴിവില്ല എന്നുള്ള മട്ടിൽ നമ്മളൊക്കെ മാറി അല്ലേ? ഇന്നേ വരെ ജൂതന്മാരെ മുസ്ലിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്നാലും മുസ്ലിങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നല്ലേ ലോകത്ത് അമേരിക്കയൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജൂതന്മാരെ കൊന്നത് ഹിറ്റ്ലറാണ്. 60 ലക്ഷം ജൂതന്മാരെയാണ് ക്രൂരമായി വധിച്ചത് ഹിറ്റ്ലർ മുസ്ലിം അല്ലല്ലോ. മുസോളിനി അല്ലെ, നപ്പോളിയൻ 5 ലക്ഷം പേരെ വധിച്ചു. അദ്ദേഹം മുസ്ലിം അല്ലല്ലോ. ഫെർഡിനാൻഡ് ഇസബെല്ല എന്ന് പറയുന്ന സ്പാനിഷ് എംപറർ 2 ലക്ഷം പേരെ വധിച്ചു. അവർ ഇതല്ലല്ലോ, മുസ്ലിം അല്ലല്ലോ. ആ അഭയാർത്ഥികളായി തീർന്ന ജൂതന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുത്തവരാണ് പലസ്തീൻ ജനത. അവിടെ ജൂതന്മാരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒന്നിച്ച് കഴിഞ്ഞുകൂടിയിരുന്നവരാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിലും ഉണ്ട് അതുപോലെ. അങ്ങനെ ഈ ആട്ടിപ്പുറത്താക്കിയ ആളുകൾ മുഴുവൻ ഇപ്പോൾ ശത്രുവായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇവരെയാണ്. ഇവരാണ് ശത്രുവായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പാലസ്തീൻ, ഗസ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നേരെയാണ് തിരിയുന്നത്. ഇങ്ങനെയുള്ള ചരിത്രം മുഴുവൻ തിരിച്ച് വളച്ചൊടിച്ച് ജനമധ്യത്തിൽ പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോൾ ലോകത്ത് ഈ വലതുപക്ഷ ശക്തികൾ പൊതുവെ വിവിധ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ട്രംപ് കണ്ടില്ലേ, ആദ്യം വന്ന ട്രംപല്ല, കൂടുതൽ ഏകാധിപത്യപരമായ സ്വഭാവമുള്ളൊരു ട്രംപാണിപ്പോൾ. അമേരിക്ക ഫസ്റ്റ്. മനുഷ്യവംശത്തിനെ കാണുന്ന ഏതെങ്കിലും ഒരു മതസ്ഥനെ വിശ്വസിക്കോ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ഫസ്റ്റ് ആവണം, എല്ലാവരും പോകണം, മുന്നോട്ട് വരണം എന്നല്ലേ. അമേരിക്ക ഫസ്റ്റ്. കാനഡയ്ക്ക് വേണമെങ്കിൽ ഞങ്ങളൊരു സ്റ്റേറ്റായിട്ട് വേണമെങ്കിൽ നിൽക്കാം, കാണിച്ചു തരാം. 245% തീരുവ നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളിലെ ഇറക്കുമതി കയറ്റുമതി പകരത്തീരുവ എന്നൊക്കെ പറഞ്ഞ് ചൈനയോട് മാത്രമാണ് മുട്ടാൻ ചെറിയൊരു പ്രയാസത്തിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ രാജ്യങ്ങളെയും ഇപ്പോഴും വലിയ ഏകാധിപതികളായി മേധാവികളായി. അതൊക്കെ എത്ര ദൈവവിശ്വാസികളായിട്ടുള്ള മനുഷ്യർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. മുസ്ലിമായിട്ട് വേണ്ട, ഒരു മനുഷ്യവംശത്തെ ഒരുപോലെ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ മനുഷ്യവംശത്തിൽ വേറൊരു ഏകാധിപതി ഉണ്ടാവും. ക്രൈസ്തവർ വരെ ഈസ്റ്ററിന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അവർ പറയുന്നത്, കർത്താവേ, അങ്ങേക്കു പകരമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ രാജാവായും ദൈവമായും വാഴിച്ച എല്ലാത്തിനെയും പ്രതി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഏകനായ ദൈവത്തിന് പകരമായി ഞാൻ എൻ്റെ മനസ്സിൽ രാജാവായി ദൈവമായി കണ്ടിരുന്ന, അങ്ങനെ ഉണ്ടല്ലോ, സമ്പത്ത്, പദവി, അധികാരം, ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ വാഴിച്ച എല്ലാത്തിനെയും ചൊല്ലി പ്രതി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെ ഈ ദൈവഹിതത്തിന് വിരുദ്ധമായി ലോകമാകെ സമ്പത്ത് കുന്നുകൂട്ടി വയ്ക്കുകയും അധികാരത്തിൻ്റെ പുറകെ പോവുകയും അതിൻ്റെ ആരാധകരായി തീരുകയും സമ്പന്നന്മാരെ ബഹുമാനിക്കുകയും പദവിയുള്ളവരെ ബഹുമാനിക്കുകയും അവരുടെ അടിമകളായി ജീവിക്കുകയും ലോകത്തെ കീഴ്പ്പെടുത്തുകയും പിന്നാക്കക്കാരെയും ദളിതരെയും കറുത്തവരെയും ന്യൂനപക്ഷങ്ങളെയും അടിച്ചമർത്തുകയും കൊല്ലുകയും തകർക്കുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലും ഇതും വന്നിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. അത്ര കണ്ട് സാധാരണക്കാർക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഹൈന്ദവരായ നമ്മുടെ സഹോദരന്മാർ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇവിടെ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തി വഖഫ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമല്ല. വഖഫ് ഈ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ സ്വന്തം സ്വത്താണ്, അവൻ അധ്വാനിച്ചുണ്ടാക്കിയാണ്. അത് അവന് മക്കൾക്ക് കൊടുക്കുന്നതിന് പുറമെ റബ്ബിനും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചൊരു സംഗതി കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ അതുകൊണ്ട് ഇന്ന ആവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ആ ആവശ്യം നിറവേറ്റണം. അതെങ്ങനെ ചിലവഴിക്കണമെന്ന് അതിൻ്റെ ഉടമസ്ഥന് തീരുമാനിക്കാമല്ലോ. വാസ്തവത്തിൽ അത് മേൽനോട്ടം വഹിക്കാൻ വഖഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട് വിചാരിച്ച് വഖഫിൽ വേറെ ആൾക്കാരെ കൊണ്ട് കയറ്റിയിട്ട് അവർ മേൽനോട്ടം വഹിച്ചാൽ മതി ആരാൻ്റെ സ്വത്തിനെന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള തീരെ ഒരു നിയമപരമായി നിലനിൽപ്പില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ അൺഡെമോക്രാറ്റിക്കായ വിവേചനപരമായ ഒരു നിയമമാണ് ഈ നിയമം. ആ നിയമം ശരിയല്ല എന്ന് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം രാഷ്ട്രീയ കക്ഷികൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും മതേതരവാദികൾക്കും മനസ്സിലായിട്ടുണ്ട്. ആ ഗുരുദ്വാരയിലെ ഗുരുദ്വാര പ്രബന്ധക സമിതിയുടെ പ്രതിനിധിയായിട്ടുള്ള പാർലമെൻറ്റ് മെമ്പർ, ആ സിഖുകാരൻ അവിടെ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടില്ലേ? അതുപോലെ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ MP മാർ, കേരളത്തിൽ നിന്ന് ജോൺ ബ്രിട്ടാസ്,
ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ സംസാരിച്ച് നിങ്ങൾ കേട്ടില്ലേ? ആരാണ് പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ജയിലിൽ കിടക്കുന്ന, ഞാൻ അങ്ങനെ പറയാൻ കാരണം ഗുജറാത്ത് കലാപത്തിൻ്റെ സത്യം കമ്മീഷൻ്റെ മുമ്പാകെ തുറന്നു പറഞ്ഞതുകൊണ്ട് ഇന്നും ജയിലിൽ കഴിയുന്ന സഞ്ജീവ് ഭട്ടിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഇവിടെ ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത ബുദ്ധിജീവികളെയും എഴുത്തുകാരെയും തുറന്ന് സംസാരിക്കുന്നവരെയും സത്യം പറയുന്നവരെയും എത്ര പേരെ കൊല ചെയ്തു? ജഡ്ജിമാർ വരെ കൊലക്കത്തിക്ക് വിധേയരായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ളൊരു ഇന്ത്യയിൽ സത്യവും നീതിയും അഹിംസയും പുലരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം, നമ്മൾ മാത്രമല്ല. അതുകൊണ്ട് നമ്മുടെ ഈ അനുഭവം എല്ലാവരുടെയും അനുഭവമാകും. അതിന് കാത്തിരിക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.